ഹലോ, വെൽക്കം ടു anooptube. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ജാവയിലുള്ള എന്താണ് ഫങ്ഷൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സിമ്പിൾ ഐഡിയയാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് സി അറിയാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സി അറിയാത്ത ഒരാളെ, സി പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരാളാണ് ഇത് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ട് ഐഡിയ ഞാൻ പറയാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ജാവ ഫംഗ്ഷൻസ് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ഫംഗ്ഷൻ, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോഡിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സാധാരണ ക്ലാസ്സാണ്, നമുക്ക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് നമ്മളൊരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് നോക്കാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ഒരു സെറ്റ് ഓഫ് കോഡിനെ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷനാലിറ്റി ചെയ്യണ കോഡാണ് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 1 മുതൽ 100 വരെയുള്ള സാധനം പ്രിൻറ്റ് ചെയ്യണം. അത് ശരിക്കും എന്താണ് ഒരു ഫംഗ്ഷനാലിറ്റിയാണ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷനാലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അതൊരു സെപ്പറേറ്റ് കോഡ് ബ്ലോക്ക് ആയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സംഭവമായിട്ട് നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ വേണ്ട സ്ഥലത്തെല്ലാം നമുക്ക് വിളിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ, അതായത് എനിക്ക് എന്താണോ ഒരു സാധനം എനിക്ക് ഔട്ട്പുട്ട് ചെയ്യേണ്ടത്, ഓക്കെ, അതിലോട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഔട്ട്പുട്ട് ചെയ്യണം, അതാണ് എൻ്റെ ഫംഗ്ഷനാലിറ്റി വിചാരിക്കുക. അപ്പോൾ അതിന് എന്ത് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ലൈൻ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ലൈൻ എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതിൽ എന്താണോ അതിൽ വരുന്നത് വെച്ചാൽ അത് എന്ത് ചെയ്യണം, കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതിനെന്താണോ ഔട്ട്പുട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതിനെല്ലാം എനിക്ക് എന്ത് ചെയ്യണം, അതിന് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇതേപോലെ ഹലോ എന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, ഹലോ വേൾഡ്. ഓക്കെ, എനിക്ക് അതേപോലെ തന്നെ അടുത്തതും എനിക്കത് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അതെനിക്ക് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, എനിക്കത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ വെൽക്കം എനിക്കിങ്ങനെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഓരോ സമയത്ത് ഇത്ര വലിയ സാധനം ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഞാൻ സിമ്പിളായിട്ട് വേറൊരു ഫംഗ്ഷൻ ആക്കി വിചാരിക്കാം. ഓക്കെ, പബ്ലിക്. ഓക്കെ, ഇതിനൊക്കെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ പബ്ലിക് സ്റ്റാറ്റിക് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിരിക്കാം. പ്രിൻറ്റ് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, അതിനുള്ളിൽ എന്ത് ചോദിച്ചാൽ ഞാൻ ഈ ഇതാണ് എഴുതി. ഓക്കെ, ഡോളക്സ്. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ജസ്റ്റ് ഇതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഞാൻ വെറുതെ ഇതിനെ എന്ത് ചെയ്താൽ പ്രിൻ്റ് എന്ന് കോൾ ചെയ്താൽ മതി. പ്രിൻ്റ് എന്ന് ഞാൻ ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ന്യൂ ടെർമിനൽ എടുത്തു, കണ്ടോ, ഹലോ വേൾഡ് എന്ന് എഴുതി കാണും, ശരിയല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിനെ പറയുന്ന പേരാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ഫംഗ്ഷൻ എന്ന് പറയും. ഇതാണ് സംഭവം, സിമ്പിളി ഒരു ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഫംഗ്ഷനെ എന്താ വെച്ചാൽ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ജാവയിൽ പറയുമ്പോൾ ഒരു ആക്സസ് സ്പെസിഫയർ ഉണ്ടായിരിക്കും. അതായത് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുന്നതെല്ലാം നമ്മൾ പബ്ലിക് ആയിട്ടാണ് നമ്മൾ സാധാരണ എഴുതാറ്. അതുകൊണ്ട് നമുക്കിപ്പോൾ പബ്ലിക് എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ, നമുക്ക് ആക്സസ് സ്പെസിഫൈസ് എന്താണെന്നൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കാതെ നമ്മൾ പബ്ലിക് എഴുതും, നമുക്ക് സ്റ്റാറ്റിക് എഴുതും. ഓക്കെ, അത് നമ്മൾ സ്റ്റാറ്റിക് ഫംഗ്ഷൻസ് ആണ് നമ്മളിപ്പോൾ എഴുതുന്നത് വിചാരിക്കുക. ഓക്കെ, സ്റ്റാറ്റിക് ആയിട്ട് എഴുതും. പിന്നെ നമുക്കുള്ളതാണ് വോയിഡ് എന്ന് പറഞ്ഞ സംഭവം. ഈ വോയിഡ് എന്ന് പറഞ്ഞ സാധനം റിട്ടേൺ ടൈപ്പ് ആണെന്ന് പറയും, ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്. അപ്പോൾ എന്താണ് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ്? ഒരു ഫംഗ്ഷൻ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട് വിചാരിക്കുക. ഒരു ഫംഗ്ഷൻ നമുക്ക് എന്തെങ്കിലും നമുക്ക് തിരിച്ചു തരുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫംഗ്ഷനെ വിളിച്ചു അല്ലേ, ശരിയല്ലേ? ഫംഗ്ഷനെ കോൾ ചെയ്തു അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നവരാണ് ആ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്. ഓക്കെ, അതായത് റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ്. ഇപ്പോൾ ഒരു നമ്പറാണ് തരുന്നെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ചിലപ്പോൾ ഇൻറ്റിജർ ആയിരിക്കും, ഫ്ലോട്ട് ആയിരിക്കും. ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് തരുന്നെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കില്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്തായിരിക്കും റിട്ടേൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് എന്താണോ റിട്ടേൺ ചെയ്യുന്ന അതിൻ്റെ ടൈപ്പാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഉള്ളതാണ് നമുക്ക് ഫംഗ്ഷൻ്റെ പേര്. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യണമല്ലേ, നമുക്ക് യൂണീക്കായിട്ട് നമ്മൾ വിളിക്കണം, എന്നാൽ മാത്രമല്ലേ അതിന് മനസ്സിലാവുള്ളൂ ഈ ഫംഗ്ഷനാണ് കോൾ ചെയ്യണത്, ശരിയല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ യൂണീക്ക് നെയിം, നമ്മുടെ ഓരോ സെപ്പറേറ്റ് പേരുകളുണ്ട് അല്ലേ, ശരിയല്ലേ? അപ്പോൾ അത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വിളിക്കണമെന്ന് അറിയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്ന ഒരു പേരുണ്ടായിരിക്കും. അത് ഈ ഒരു ഇതിനുള്ളിൽ എന്തായിരിക്കണം, ഒരേപോലെ ഒരു യൂണീക്ക് ആയിരിക്കണം, ഒരു ഐഡന്റിഫൈ ഉള്ള ഒരു പേര് കൊടുക്കണം. ഓക്കെ, പിന്നെയുള്ള നമ്മൾ സാധാരണ എഴുതണം ഒരു പരാന്തസിസ് എഴുതും. അതിൻ്റെ സിൻടാക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. പരാന്തസിസ് എഴുതും. ഈ പരാന്തസിസ് കഴിഞ്ഞ് നമുക്ക് എഴുതുന്ന ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, പിന്നെ നമുക്ക് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഈ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ പേരാണ് ഫംഗ്ഷൻ ബോഡി. ഈ ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കുള്ളതാണ് വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ വോയിഡ് എന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ ഇതിൽ റിട്ടേൺ ഒന്നും ചെയ്യണില്ല. അപ്പോൾ റിട്ടേൺ എഴുതി കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ഫംഗ്ഷൻ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ
അതിന് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. വിളിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ അടിക്കുക, ശരിയല്ലേ? റിട്ടേൺ അടിക്കുക, എത്ര ഉള്ളൂ സംഭവം. അപ്പോൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും സാധനം റിട്ടേൺ അടിക്കുന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതും. പക്ഷേ ഇവിടെ വോയിഡ് ആവുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വോയിഡിന് പകരം നമ്മൾ ഇൻ്റ് ആണ് വിചാരിക്കുക, ഇൻ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, എന്തായാലും ഒരു സാധനം റിട്ടേൺ ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് ഈ ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്ന സാധനം എന്തെങ്കിലും റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് റിട്ടേൺ 10 എന്ന് പറഞ്ഞ സംഭവം റിട്ടേൺ ചെയ്യണമായിരിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ പ്രിന്റ് ഈ ഫംഗ്ഷനെ എനിക്ക് ഇൻറ്റ് എക്സ് ഈക്വൽ ടു പ്രിന്റ് എന്ന് വെച്ച് വിളിക്കാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈനിൽ എന്ത് എഴുതാൻ പറ്റും, എനിക്ക് എക്സ് എന്ന് എഴുതാൻ പറ്റില്ലേ, ശരിയല്ലേ? അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ കോൾ ചെയ്യുക. കണ്ടോ, ഹലോ വേൾഡ് 10 എഴുതി കാണിച്ചില്ലേ, ഹലോ വേൾഡ് എന്ന് എഴുതി ആദ്യം, അപ്പോൾ 10 എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്താണ് ചെയ്തത്, നമ്മളൊരു ഫംഗ്ഷനെ വിളിക്കല്ലേ ചെയ്ത്, ഫ്രണ്ടിനെ വിളിച്ചു അല്ലേ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പ്രിന്റിനെ വിളിച്ചു, ശരിയല്ലേ? അപ്പോൾ പ്രിന്റിനെ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു, പ്രിന്റിനെ വിളിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി, എന്നിട്ട് എന്ത് ചെയ്തു, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ എന്ത് ചെയ്തു, ഈ 10 റിട്ടേൺ ചെയ്തു. 10 റിട്ടേൺ ചെയ്തപ്പോൾ ഇവിടെ ഈ എക്സിലോട്ട് 10 കിട്ടി. അപ്പോൾ എക്സിലോട്ട് 10 കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു, ഞാൻ ആ 10 പ്രിന്റ് ചെയ്ത് കാണിച്ചു. അതാണ് ഇവിടെ എത്തിയത്. ഓക്കെ, അങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്ന സംഭവം. ഇത് എന്താണ് റിട്ടേൺ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഒരു ഫംഗ്ഷനിലോട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അങ്ങനെയാണ് എനിക്ക് എന്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ, എനിക്ക് ഈ ഫംഗ്ഷനിലോട്ട് എന്തെങ്കിലും ആർഗ്യുമെന്റ്, അതായത് എന്തെങ്കിലും കൊടുക്കണ്ടേ, ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് കൊടുക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഫംഗ്ഷൻ്റെ ആർഗ്യുമെന്റ്സ്. ഓക്കെ, എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഒറ്റ ആർഗ്യുമെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്ട്രിംഗ് ടൈപ്പിലുള്ള സാധനമാണ് ഞാൻ കൊടുക്കണമായിരിക്കാം. സ്ട്രിംഗ് അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് ഇൻപുട്ട്, സ്ട്രിംഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞ സാധനം എടുത്തു. എന്നിട്ട് ആ ഇൻപുട്ടിനാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രിന്റ് ചെയ്യണം വിചാരിക്കുക. ഇൻപുട്ട് സ്ട്രിംഗ്, ആ ഇൻപുട്ടിനാണ് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഇത് എന്ത് ചെയ്യുന്നത്, ഒരു റിട്ടേൺ 10 എന്ന് പറഞ്ഞ സംഭവം അടിക്കുകയും ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലോട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ കണ്ടോ ഒരു എറർ ഒന്നുണ്ടോ, ഈ പ്രിന്റിലോട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എറർ ഒന്നുണ്ടോ? കാരണം എന്താ വെച്ചാൽ ഈ പ്രിന്റിൽ ഇപ്പോൾ എന്താണ്, ഞാൻ എന്തെങ്കിലും സാധനം എനിക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ പ്രിന്റിലോട്ട് കൊടുത്തത് എന്താ വെച്ചാൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു വരിക. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്തു, ശരിയല്ലേ? പഴയ പോലെ തന്നെ ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഹലോ വേൾഡ് എന്ന് കൊടുത്തു, ഈ പ്രിന്റിലോട്ട് പാസ് ചെയ്തു. ഈ ഹലോ വേൾഡ് അവിടെ കിട്ടി, ഈ ഇൻപുട്ടിലോട്ട് കിട്ടി. ഈ ഇൻപുട്ടിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് സിസ്റ്റം ഡോട്ട് ഔട്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു, ഈ 10 സാധനം 10 എന്ന് പറഞ്ഞ സാധനം റിട്ടേൺ ചെയ്യും. ഈ 10 സാധനം റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ കിട്ടും, ഈ പ്രിന്റ് വിളിച്ച സ്ഥലത്ത് കിട്ടും. പ്രിന്റ് വിളിച്ച സ്ഥലം എവിടെയാണ്, ഈ എക്സിൻ്റെ അവിടെയാണ്. അപ്പോൾ എക്സിലോട്ട് എടുത്ത് വയ്ക്കും ഈ 10. ഈ പ്രിന്റ് എന്ത് ചെയ്യും, 10 റിട്ടേൺ ചെയ്യും. 10 എന്ത് ചെയ്യും, എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ എക്സിലോട്ട് എടുത്ത് വയ്ക്കും. ഈ എക്സിലോട്ട് എടുത്ത് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും, അടുത്തതിൽ ഞാൻ എന്ത് ചെയ്തു, ഈ എക്സിനെ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ 10 എന്ന് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഒരു സാധാരണ ഒരു ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നതും ഫംഗ്ഷനിലോട്ട് പ്രിന്റ് ചെയ്യുന്നതും ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെന്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. സം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതാൻ. ഓക്കെ, അപ്പോൾ പബ്ലിക്, ഓക്കെ, ഒരു ഇൻറ്റിജറാണ്, ഒരു സം ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റിജറാണ് റിട്ടേൺ ചെയ്യുക അല്ലേ, ശരിയല്ലേ? അല്ലെങ്കിൽ ഫ്ലോട്ട് റിട്ടേൺ, ഒരു ഡബിൾ റിട്ടേൺ ചെയ്യുന്ന വിചാരിക്കുക. ഡബിൾ സം പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. അതിനുശേഷം അതിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യും, 2 ഡബിളാണ് പാസ് ചെയ്യുന്നത് വിചാരിക്കുക. ഡബിൾ എക്സ് ഡബിൾ വൈ. ഓക്കെ, 2 സാധനമാണ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, 2 സാധനമാണ് അതിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്ത് കൊടുക്കണം. അത് ആർഗ്യുമെൻ്റായി പാസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചോദിച്ചാൽ ഇത് റിട്ടേൺ ചെയ്യും. റിട്ടേൺ എന്താണ് റിട്ടേൺ ചെയ്യണത്, അപ്പോൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സമ്മ്, അപ്പോൾ ഡബിൾ റിസൾട്ട് RES ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, ശരിയല്ലേ? ഇതാണ് അതിൻ്റെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയോട് കൂട്ടിയതാണ് സമ്മ്. ഈ സാധനത്തിന് എന്ത് ചെയ്യണം, എനിക്ക് റിട്ടേൺ ചെയ്യണം, ശരിയല്ലേ? റിസൾട്ടിനെ എനിക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ വേണിച്ച് എഴുതാൻ പറ്റും. അതല്ലാതെ തന്നെ എനിക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ എനിക്ക് എഴുതാൻ പറ്റും. എക്സ് പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റും, ശരിയല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എന്താ വെച്ചാൽ റെസ് എന്ന് വെച്ചാൽ എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചെയ്തു, ഇപ്പോൾ ഒരു സം പറഞ്ഞിട്ട് വീണ്ടും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയില്ലേ. ഈ ഫംഗ്ഷനിലോട്ട് എന്ത് ചെയ്താൽ ഞാൻ കൊടുത്ത് ഒരു 2 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടിയിട്ടുള്ള ഒരു നമ്പർ എനിക്ക് ഔട്ട്പുട്ട് തരും, ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഈ റിട്ടേൺ ഇതിന് ആവശ്യമില്ലായിരിക്കാം. ജസ്റ്റ് ഇത് വോയിഡ് ആക്കി കൊടുത്തു. ജസ്റ്റ് ഇത് ഇൻറ്റ് മാറ്റിയിട്ട് വോയിഡ് ആക്കി കൊടുത്തു, ശരിയല്ലേ? അപ്പോൾ പ്രിന്റ് പറഞ്ഞാൽ എന്ത് ഇൻപുട്ട് കൊടുത്താലും എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ മാറ്റി ജസ്റ്റ് പ്രിന്റ് ഹലോ വേൾഡ്, അതിനുശേഷം പ്രിന്റ് സം എന്ന് കൊടുത്തു, ശരിയായിരിക്കാം. പ്രിന്റ് ഫൈൻഡിങ് സം എന്ന് എഴുതി കാണിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഡബിൾ എക്സ് ഈക്വൽ ടു സം ഓഫ്, ഓക്കെ, സം ഓഫ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്റ്റാറ്റിക് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കിട്ടാത്ത കേട്ടോ. സ്റ്റാറ്റിക്
ഈ സമ്മിലോട്ട് നമ്മൾ എന്തെങ്കിലും 2 ആർഗ്യുമെൻറ്റ് കൊടുക്കണം കേട്ടോ. ഓക്കെ, 2 ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഞാനിപ്പോൾ കൊടുത്ത 50,100. ഓക്കെ, അതിനുശേഷം പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, എക്സിലോട്ട് എന്ത് ചെയ്തു, അത് കിട്ടും. ശരിയല്ലേ, എക്സിലോട്ട് അത് കിട്ടി. ഈ എക്സിനാണ് ഞാൻ ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിയല്ലേ, അപ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സമ്മിലോട്ട് 2 നമ്പർ കൊടുത്തു, അതിനുശേഷം അങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് സേവ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ എന്തൊരു എറർ സെപ്പറേറ്റ് ആയിട്ട് കോൾ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട്. അത് എപ്പോഴും ഇടയ്ക്ക് വരുന്ന സംഭവം എടുത്ത് കളഞ്ഞോളൂ. ശരി, കണ്ടോ, ജാവ ഹലോ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ ഹലോ വേൾഡ് എന്ന് ആദ്യം പ്രിന്റ് ചെയ്തു അല്ലേ. ശരിയല്ലേ, ഞാൻ ആദ്യം ഹലോ വേൾഡ് എന്ന് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മെയിനിലാണെന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഹലോ വേൾഡ് ഞാൻ കൊടുത്തു. ശരിയല്ലേ, പിന്നെ ഫൈൻഡിങ് സം എന്ന് പറഞ്ഞ പ്രിന്റ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്ത് കാണിച്ചു. ശരിയല്ലേ, പിന്നെ എന്ത് ചെയ്ത് കൊടുത്തു, എക്സിലോട്ട് ഒരു 50 കൊടുത്തു, സമ്മിലോട്ട് ഒരു 50 കൊടുത്തു, 100 കൊടുത്തു. ഇപ്പോൾ 100 50 കൂട്ടി കഴിഞ്ഞാൽ 150 കിട്ടുന്നുണ്ടല്ലേ. ശരിയല്ലേ, അതാണ് എക്സ്റസ് 50 50 100 കൂട്ടിയിട്ട് എന്ത് ചെയ്തു, അത് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ 100 എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, അതിനെ പ്രിന്റ് ചെയ്തു. അപ്പോൾ 50.0. അപ്പോൾ ഞാനിവിടെ ഇൻറ്റിജർ ആയിട്ടാണ് കൊടുത്തത്, 50 ആയിട്ട് കൊടുത്തെങ്കിൽ അത് മേടിച്ചിരിക്കുന്നത് എന്താണ്, ഡബിൾ ആയിട്ട് മേടിച്ചിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് അവിടെ .0 കൂടി വന്നിട്ടോ. ശരിയല്ലേ, അപ്പോൾ എനിക്കിവിടെ 50.63 100.35 എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുത്തിരിക്കുക. സേവ് ചെയ്തു. അതിനുശേഷം കേട്ടോ 150.98 എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ എഴുതുക. റിട്ടേൺ ടൈപ്പ്, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ എഴുതുക വെച്ചാൽ നമ്മൾ അതിന് നമ്മുടെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷനിലോട്ട് എന്താണ് കൊടുക്കേണ്ടത്, നമുക്ക് എന്താണ് ഫംഗ്ഷൻ തരേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ നീഡ് അനുസരിച്ചിട്ടാണ്. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ എഴുതാൻ നമ്മളൊരു ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, നേരം പോലെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പറയുന്ന പേരാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയും. ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സംഭവം. പിന്നെ തന്നെ നമ്മൾ പറയുന്നത് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്നവരാണ് ഫംഗ്ഷൻ കോളിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ, അതായത് ബേസിക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. എന്താണ്, അപ്പോൾ അത് ബേസിക്സ് അറിയാത്തവർക്ക് മാത്രം വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് ബേസിക്സ് പഠിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ് കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ.